this is me Casac Benjali. Welcome to my new video blog. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു സന്തോഷം ഉള്ള കാര്യത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു മലയാളി എന്ന രീതിയിൽ ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു വാർത്ത പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് രാവിലെയാണ് ഞാനൊരു ബിസിനസ് മാഗസിനിൽ ഒരു വാർത്ത വായിക്കുന്നത്. നമുക്കിടയിലുള്ള മലയാളിയായ, നമ്മുടെ തൊട്ടടുത്ത ജില്ലകളിലൊക്കെ നമുക്കിടയിൽ ഒരാളായ ഒരു മലയാളി ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരുടെ ക്ലബ്ബായിട്ടുള്ള ബില്യണിയർ ക്ലബ്ബിൽ അംഗത്വം നേടിയിരിക്കുന്നു, ലോകപ്രശസ്തനായ ഒരു മലയാളിയായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. കാരണം മലയാളിയായി ജനിച്ചതുകൊണ്ട്, കേരളത്തിൻ്റെ ഒരു മൂലയിൽ ജനിച്ചതുകൊണ്ട്, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമായതുകൊണ്ട്, ഇന്ത്യയിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ളൊരു ചെറിയ കഷ്ണമായതുകൊണ്ട് എനിക്കൊന്നും ആകാൻ പറ്റില്ല, എനിക്ക് വളരാൻ പറ്റില്ല എന്ന് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന, മലയാളം മാത്രം അറിയുന്നതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് വളരുക, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഒരുപാട് സാധ്യതകളൊന്നുമില്ല, വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ വലിയൊരാളായേനെ, യൂറോപ്പിലായിരുന്നെങ്കിൽ ഞാൻ വലിയൊരാളായേനെ, അമേരിക്കയിലായിരുന്നെങ്കിൽ ഞാൻ വലുതായേനെ എന്ന് വിചാരിച്ച് തൻ്റെ കഴിവുകളും അവസരങ്ങളും എല്ലാം ഒന്നുമല്ലെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകൾക്കിടയിൽ മലയാളിയായ നമുക്കിടയിൽ ജനിച്ച് നമ്മൾക്കിടയിലുള്ള ചെറിയ കഴിവുകളെ പോലും വളരെ രീതിയിൽ വികസിപ്പിച്ചെടുത്ത് നല്ല രീതിയിലേക്ക് ഗ്ലോബൽ മാർക്കറ്റ് സ്പേസിലേക്ക് ആ കഴിവിനെ കൊണ്ടുപോയി വിജയിപ്പിച്ചെടുത്ത് ബില്യണിയർ ക്ലബ്ബിൽ കുറഞ്ഞ കാലം കൊണ്ട് അംഗത്വം നേടാൻ കഴിഞ്ഞ ഒരു മലയാളിയെ കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ ബ്ലോഗ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രമോ അദ്ദേഹം ചെയ്ത ബിസിനസിൻ്റെ സ്ട്രാറ്റജിയോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതം നൽകുന്ന മോട്ടിവേഷനാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അത് മറ്റാരുമല്ല, റീസെൻ്റായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ജേഴ്സി സ്പോൺസർ ചെയ്ത ബില്യണിയർ ക്ലബ്ബിൽ അംഗമായ ബൈജൂസ് ആപ്പിൻ്റെ സ്ഥാപകനായിട്ടുള്ള ബൈജു രവീന്ദ്രനെ കുറിച്ചാണ്. അദ്ദേഹം ഒരു മലയാളിയാണ്, കണ്ണൂരുകാരനായിട്ടുള്ള ഒരു മലയാളിയാണ്. നമുക്കൊക്കെ ഒരുപാട് കഴിവുകളുണ്ട്, നമുക്കൊക്കെ ഒരുപാട് അറിവുകളുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള ആളുകളൊക്കെ ഒരുപാട് ജോലി ചെയ്തുകൊണ്ട് ജീവിക്കുന്നുണ്ട്, അല്ലേ? ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട്, അധ്യാപനം ജോലി ചെയ്തുകൊണ്ട് ജീവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവനവനെ കൊണ്ട് കഴിയുന്ന അവസരങ്ങളെ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ജീവിക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കണം. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വലിയ വിജയം നേടേണ്ടതുണ്ടോ? എനിക്ക് വേണം. അതുപോലെ തന്നെ നിങ്ങൾ പലരും ആഗ്രഹിക്കുന്നവർ തന്നെയായിരിക്കും, അതെനിക്കും അറിയാം. നമുക്ക് എങ്ങനെയാണ് വലിയ വിജയം നേടാൻ കഴിയുക? എങ്ങനെയാണ് വലിയൊരു ബിസിനസ്സുകാരനാകാൻ കഴിയുക? എങ്ങനെയാണ് ഒരു മാസീവ് സക്സസ് നമ്മുടെ ലൈഫിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയുക? ദർ ഈസ് നോ ഷോർട്ട് കട്ട് ഫോർ ഇറ്റ്. സോൾവ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുടെ പ്രശ്നത്തെ മനസ്സിലാക്കി അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കൂടുതൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ കൂടുതൽ ആളുകളുടെ പ്രോബ്ലം സോൾവ് ചെയ്യാം. ഇന്ത്യ എന്ന് പറയുന്ന വികസ്വര രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കൺസേൺ ആകുന്നൊരു ഏരിയ എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്. അത് LKG മുതൽ ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ് 17 വർഷത്തെ വിദ്യാഭ്യാസ ജീവിതം കഴിയുമ്പോൾ പോലും ഓരോ രക്ഷിതാക്കളും വിദ്യാർത്ഥികളുമൊക്കെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഭയങ്കരമായിട്ട് കൺസേൺ ആണ്. LKGക്ക് ചേർത്തുന്ന കുട്ടിയുടെ പാരൻസ് പോലും കൺസേൺ ആണ്. അയ്യോ, നല്ല സ്കൂളായിരിക്കും, എൻ്റെ മകൻ വളരെ ടാലൻറ്റഡ് ആയിരിക്കും, ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമോ, എല്ലാവരെയും പോലെ ഒരു ഗ്ലോബൽ മാർക്കറ്റിലേക്ക് അവനെ, ജോബ് മാർക്കറ്റിലേക്ക് അവനെ പറഞ്ഞേക്കാൻ പറ്റുമോ എന്ന് KGയിൽ ചേർക്കുമ്പോഴേക്കും നമ്മൾ കൺസേൺഡ് ആണ്. അത് വിദ്യാഭ്യാസം അവസാനിക്കുന്ന കാലം വരെയുണ്ട്. ആ ഒരു മാർക്കറ്റിൻ്റെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം, നല്ല ക്വാളിറ്റിയുള്ള ട്യൂഷൻ എന്ന് പറയുന്നത് എല്ലായിടത്തും അവൈലബിൾ അല്ല, നഗരങ്ങളിൽ മാത്രമാണ്. ഗ്രാമങ്ങളിൽ നല്ല രീതിയിലുള്ള ട്യൂഷൻ അവൈലബിൾ അല്ല. അതല്ലെങ്കിൽ നല്ല ട്യൂഷൻ കിട്ടുന്ന ആളുകളുടെ ഇടയിലേക്ക് എല്ലാവർക്കും എത്താൻ കഴിയില്ല. ഈ ഒരു പ്രോബ്ലത്തെ മനസ്സിലാക്കി ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് ട്യൂഷൻ കൊടുത്തുകൊണ്ടിരുന്ന ഒരു അധ്യാപകൻ, എൻട്രൻസ് കോച്ചിങ് മാത്രം കൊടുത്തുകൊണ്ടിരുന്ന അധ്യാപകൻ അതിനെ എങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും, കൂടുതൽ ആളുകളിലേക്ക് എങ്ങനെയാണ് അതിനെ എത്തിക്കാൻ കഴിയുക എന്നുള്ള തൻ്റെ ചിന്തയെ ഒരു ഗ്ലോബൽ മാർക്കറ്റ് സ്പേസിലേക്ക് അദ്ദേഹം ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റുകയാണ്. നമ്മളിൽ എല്ലാവരിലും നല്ല കഴിവുകളുണ്ട്, പലതരത്തിലുള്ള കഴിവുകൾ. ടീച്ചിങ് ആവാം, അതുപോലെ തന്നെ ആളുകളോട് സംസാരിക്കാനുള്ള കഴിവാകാം, കച്ചവട സ്കില്ലാവാം, ഇങ്ങനെ പലതരത്തിലുള്ള കഴിവുകളുണ്ട്. ഈ കഴിവിനെ ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങൾക്ക് എങ്ങനെ എത്തിച്ചു കൊടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും വാല്യൂ വർദ്ധിപ്പിക്കുന്നത്. ബൈജു രവീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ തന്നെയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നഗരങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ക്വാളിറ്റിയുള്ള ട്യൂഷൻ അവൈലബിൾ ആകുന്നത്. നഗരങ്ങളിലെ വിദ്യാർത്ഥികൾക്ക്, അതും വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം. പലപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള അധ്യാപകരുടെ പരിമിതി കാരണം എല്ലാ കുട്ടികൾക്കും നല്ല ക്വാളിറ്റിയിൽ ഇൻഫർമേഷൻസ് കിട്ടുന്നില്ല. പ്രത്യേകിച്ചും ഏറ്റവും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള മാത്തമാറ്റിക്സ്, ഫിസിക്സ് അടക്കമുള്ള, കെമിസ്ട്രി അടക്കമുള്ള വിഷയങ്ങളിൽ കുട്ടികൾക്ക് നല്ല ക്വാളിറ്റിയുള്ള അധ്യാപകരുണ്ടെങ്കിൽ മാത്രമാണ് ആ അറിവിനെ യഥാർത്ഥത്തിൽ പകർന്നു കൊടുക്കാൻ കഴിയുക. മാത്രമല്ല,
ഫീസ് കൊടുക്കുന്നതിനനുസരിച്ച് അധ്യാപകരുടെ ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഫെസിലിറ്റിയിലൊക്കെ വ്യത്യാസങ്ങളുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ഇത് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏറ്റവും കൺസേൺ ആയിട്ടുള്ള വിഷയമാണ്. LKG മുതൽ വിദ്യാഭ്യാസം അവസാനിക്കുന്നവരെ ഓരോ രക്ഷിതാവിൻ്റെയും വിദ്യാർത്ഥിയുടെയും ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം കിട്ടുന്നില്ല. ഇവിടെയാണ് ബൈജു രവീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ കയ്യിലുള്ള അറിവിന് ഒരു പരിഹാരമായിട്ട് അവതരിപ്പിക്കുന്നത്. 1.3 ബില്യൺ എന്ന് പറയുന്ന ഒരു വലിയ മാർക്കറ്റ് സ്പേസിലേക്ക് അവരുടെ ഏറ്റവും വലിയ നെസസിറ്റി ആയിട്ടുള്ള ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സൊല്യൂഷനാണ്. കാരണം ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ഇൻ്റർനെറ്റ് അക്സസിബിലിറ്റി ഉള്ള എല്ലാവർക്കും നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം തൻ്റെ വീട്ടിലിരുന്ന് ഗ്രഹിക്കാനും പഠിക്കാനും ക്ലാസ്സിൽ ടോപ്പർ ആകാനും അതുപോലെ തന്നെ മത്സര പരീക്ഷയിൽ പാസ്സാവാനും എൻട്രൻസ് കോച്ചിങ്ങിൽ പാസ്സാവാനും ഒക്കെ കഴിയുന്ന രൂപത്തിൽ ആ ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു നെസസിറ്റിയെ ഒരു കൃത്യമായ പരിഹാരമായിട്ട് ഒരു ഗ്ലോബൽ സ്പേസിലേക്ക് അടക്കം GCC രാജ്യങ്ങളിലടക്കം ഇവർ സർവീസ് അവൈലബിളാണ്. ഓരോ സ്കൂളുകളിലും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യൻ സിലബസ് പഠിപ്പിക്കുന്നിടത്തെല്ലാം ഇതിന് വലിയൊരു മാർക്കറ്റ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതൊരു പരിഹാരമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അധ്യാപകരുടെ ക്വാളിറ്റിയെ പോലും പരിഹാരമായിട്ട് അല്ലെങ്കിൽ അധ്യാപകർക്ക് പോലും റെഫറലായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ ടൂളായിട്ട് ഒരു ബിസിനസ് മോഡലിനെ അവതരിപ്പിക്കുകയാണ് ബൈജു രവീന്ദ്രൻ ചെയ്തത്. യഥാർത്ഥത്തിൽ ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ഇന്നത്തെ ഒരു വീഡിയോയുടെ പേർപ്പസ് എന്ന് പറയുന്നത് ബൈജൂസ് ആപ്പിൻ്റെ ബിസിനസ് സ്ട്രാറ്റജി പറയാനോ അല്ലെങ്കിൽ ബൈജൂസ് ആപ്പിൻ്റെ വിജയകഥ പറയാനോ അല്ല. പക്ഷേ ഇതൊരു മോട്ടിവേഷനാണ്, ഇതൊരു പ്രചോദനമാണ്. കാരണം എന്താണെന്നറിയോ? അദ്ദേഹം ഒരു മലയാളിയാണ്. കേരളത്തിൽ ജനിച്ചു വീണതുകൊണ്ട്, മലയാളി ആയിപ്പോയത് കൊണ്ട് എനിക്കൊന്നിനും കഴിയില്ല, ഞാനൊന്നിനും എനിക്ക് നേടാൻ കഴിയില്ല, എനിക്ക് പരാജയപ്പെടും, ഞാൻ പരാജയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം കേരളം എന്ന് പറയുന്നത് ഒരു ചെറിയ സ്ഥലം മാത്രമാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്തിൻ്റെ സൗത്ത് ഇന്ത്യയിൽ ഒരു പൊട്ട് മാത്രമാണ്. വലിയൊരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ദേശീയ തലത്തിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത അല്ലെങ്കിൽ ഭൂരിപക്ഷം ആളുകൾ സംസാരിക്കുന്ന ഭാഷ സംസാരിക്കാൻ കഴിയാത്ത ആളുകളാണ് നമ്മൾ. എനിക്കൊന്നിനും കഴിയില്ല, അഥവാ വിജയിക്കണമെങ്കിൽ ഗൾഫിൽ പോയാൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് നല്ല കഴിവുണ്ടായിട്ടും നല്ല അറിവുണ്ടായിട്ടും നല്ല അവസരങ്ങളുണ്ടായിട്ടും കൃത്യമായിട്ട് അതിനെയൊന്നും ഉപയോഗിക്കാതെ, അതിനെയൊന്നും ഉപയോഗിക്കാൻ കഴിയാതെ ഇൻഫീരിയറിറ്റി കോംപ്ലക്സിലൂടെ ജീവിതം തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളെ നിത്യേന കാണുന്ന ഒരാളെന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. മലയാളിയാണ്, കേരളത്തിൽ ജനിച്ച് നമ്മളെപ്പോലെ മലയാളം സംസാരിച്ച് ഗൾഫിലൊന്നും പോകാതെ തന്നെ ഈ രാജ്യത്ത് നിന്നുകൊണ്ട് തൻ്റെ ബിസിനസ്സിനെ ലോകത്ത് മുഴുവൻ വ്യാപിപ്പിച്ച് ബില്യനെയർ ക്ലബിൽ അംഗം നേടിയ ബൈജു രവീന്ദ്രൻ എന്ന് പറയുന്നത് മുഴുവൻ മലയാളികൾക്കും ഒരു പ്രചോദനമാണ്. മുഴുവൻ മലയാളികൾക്കും അതിശക്തമായ പ്രചോദനമാണ്. നമ്മൾ പണം ഉണ്ടാക്കിയ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന കുറേ വിശ്വാസങ്ങളുണ്ട്. നമ്മൾ ഒന്നുകിൽ എനിക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ എൻ്റെ പാരൻസിന് ബിസിനസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഗൾഫിൽ പോയാൽ മാത്രമേ കാശുണ്ടാക്കാൻ കഴിയൂ, വേറൊരു മാർഗവും സക്സസ്ഫുൾ ആകാനില്ല എന്ന് ധരിച്ചവർക്കിടയിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ഒരു കാര്യം പറയാനുണ്ട്, നമ്മൾ മലയാളികളാണ്, നമുക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ലോകത്തിലെ എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്. നമ്മൾ വിശ്വസിച്ച നമ്മുടെ ബിലീഫ് സിസ്റ്റമാണ് നമ്മുടെ പ്രോബ്ലംസ്. സോ ജസ്റ്റ് ചേഞ്ച് യുവർ ബിലീഫ് സിസ്റ്റം. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഹൈ പൊട്ടൻഷ്യലുള്ള ഒരു ബിസിനസ് രാജ്യമാണ്. കാരണം ഇവിടെ ഇനിയും പരിഹരിക്കാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊരു വികസന രാജ്യമാണ്. ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ പരിഹരിക്കാനുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റീസ് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാണ്ട്. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഘടന തന്നെ നല്ല രീതിയിൽ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഓൺട്രപ്രനേഴ്സിന് ധാരാളം ആവശ്യമുള്ള രാജ്യമാണ്. ഇവിടുത്തെ ഒരുപാട് പഠിച്ചിറങ്ങുന്ന നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഇറങ്ങാൻ പോവുകയാണ്. നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ, നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾക്ക് ക്വാളിറ്റിയുള്ള ജോബ് എൻവയോൺമെൻറ്റ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന പ്രശ്നം. അവിടെ ഓൺട്രപ്രനേഴ്സ് വേണം, ഒരുപാട് സൊല്യൂഷൻസ് വേണം. ജനങ്ങൾ നേരിടുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം തേടുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ആശയങ്ങളെ മാർക്കറ്റ് ചെയ്യാൻ പറ്റണം, അതിനെ സ്ട്രാറ്റജീസ് ചെയ്യാൻ പറ്റണം. ഇഫ് യു ക്യാൻ ഡു ദാറ്റ്, ദർ ഇസ് എ ഹ്യൂജ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഫോർ യു. നമുക്ക് പറ്റും. ബൈജു രവീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി നമുക്കൊരു മാതൃകയാണ്, പ്രചോദനമാണ്. നമുക്കും സാധിക്കുമെന്ന് നമ്മൾ മലയാളികളല്ല, നമ്മളെ കൊണ്ടും കഴിയും ബായ് എന്ന് പറയാനുള്ള ഒരു മോട്ടിവേഷനാണ്. പക്ഷേ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നത് മറ്റാരുമല്ല, നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ സ്വന്തം മൈൻഡ് സെറ്റാണ്. എന്നെക്കൊണ്ട് കഴിയില്ല, ഞാൻ നേടിയാൽ ഒന്നും ശരിയാവില്ല, എനിക്ക് നേടണമെന്ന് ആഗ്രഹമുണ്ട്, ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നല്ല ആശയങ്ങളുണ്ട്, പക്ഷേ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല, സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ല, പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല, എന്നെ ആരോ പുറകിൽ നിന്ന് വലിക്കുന്ന പോലെ എനിക്കങ്ങോട്ട് കഴിയുന്നില്ല. ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ശരി, എങ്ങോട്ട് പോയി കഴിഞ്ഞാലും ശരി,
പരാജയത്തിൽ ചെന്നിട്ടാണ് അത് അവസാനിക്കുന്നത്. പലപ്പോഴും പരാജയപ്പെടുന്നു. ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ലൈഫിനെ മാറ്റാം. ഒന്ന്, നിങ്ങളുടെ സെൽഫ് മോട്ടിവേഷൻ, അല്ലെങ്കിൽ ബൈ നാച്ചുറലായിട്ട് തന്നെ ഉണ്ടാക്കുന്നതോ നിരന്തരമായിട്ടുള്ള സക്സസ്ഫുൾ ആയ ആളുകളുടെ സമ്പർക്കം മൂലമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള അപാരമായ ഫയർ മൂലമോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാം. ഇനി അതിന് പറ്റുന്നില്ല, എന്താണ് എൻ്റെ പ്രോബ്ലം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ, there is a solution. That is called life changing programs. നിങ്ങളുടെ ലൈഫ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കണം. നിങ്ങളുടെ മൈൻഡിനെ എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യേണ്ടതെന്ന് പഠിക്കണം. നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് എങ്ങനെ കൊണ്ടുപോകാമെന്നുള്ളത് പഠിക്കണം. കൃത്യമായിട്ട് പഠിച്ച് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ, ഫുൾ എനർജി എങ്ങനെ പുറത്തെടുക്കാം, ഏത് രീതിയിൽ പുറത്തെടുക്കാം, എങ്ങനെയാണ് മൈൻഡിനെ ട്രാൻസ്ഫോം ചെയ്യേണ്ടതെന്ന് പഠിക്കണം. ആ പഠിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന പ്രോഗ്രാംസാണ് സെൽഫ് മാസ്റ്ററി. മൈൻഡ് ട്രാൻസ്ഫോം ചെയ്യാൻ സഹായിക്കുന്ന പ്രോഗ്രാംസ്, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി, അതുപോലെ തന്നെ സ്റ്റാഫിനെ ഹൈ പ്രൊഡക്ടിവിറ്റി ആൻഡ് പീക്ക് പെർഫോമൻസിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാംസ് എല്ലാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും നിങ്ങളുടെ തൊട്ടടുത്ത നഗരങ്ങളിലൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് ബെഞ്ചാലി ലൈഫ് ഇൻ്റർനാഷണലിൻ്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വേണം, ബിസിനസ്സിൽ സക്സസ് വേണം, കരിയറിൽ ആഗ്രഹിക്കുന്ന ജീവിതം വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നല്ല സമാധാനം, സന്തോഷം, ഹാപ്പിനെസ് ഇതെല്ലാം വേണം, എൻ്റെ ലൈഫിനെ എനിക്ക് ചൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത പ്രോഗ്രാം ഈ വരുന്ന 4-ാം തീയതി ഓഗസ്റ്റ് 3-4 കണ്ണൂരിൽ വെച്ച് നടക്കുകയാണ്. സെൽഫ് മാസ്റ്ററി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ആരും കൊണ്ടുത്തരുന്നൊന്നുമല്ല. ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങളെ പിടിച്ചുയർത്താൻ, കൈപിടിച്ചു വരുത്താൻ ഒരാൾ വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ എല്ലാ സമയത്തും അത് വന്നുകൊള്ളണമെന്നില്ല. നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ലൈഫിൻ്റെ ഉത്തരവാദി. നിങ്ങൾ മാത്രമേ നിങ്ങളുടെ ലൈഫിനെ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരാൾക്കും പറ്റില്ല. നിങ്ങളുടെ ലൈഫ് വിധിക്ക് വിട്ടുകൊടുക്കാനുള്ളതല്ല, നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങളുടെ ലൈഫിന് ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ just call this number. We have a solution. Thank you so much. This is me, Casac Benjali.